ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയ മുഖാന്തരം നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പല സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമായി മീഡിയ മുഖാന്തരം ദൈവവചനം സംസാരിക്കുവാനായി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. എൻ്റെ പേര് ജോഷിയാണ്. ഞാൻ താമസിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് കളിയക്കാവിള എന്ന ദേശത്തിനടുത്താണ്. ഞാൻ പ്രസംഗിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന് ലോകത്തിൽ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും പല നിലവാരങ്ങളിലുള്ള പഠിപ്പിക്കലുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളായിരിക്കുകയാണ്. എന്താണ് സത്യം, ഏത് പഠിപ്പിക്കലാണ് ശരി എന്നുള്ളത് പല വ്യക്തികൾക്കും വളരെ സംശയകരമാകുന്ന ഒരവസ്ഥയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന വിഷയം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഓരോ വാക്യങ്ങളെയും ഓരോ അധ്യായങ്ങളെക്കുറിച്ച് തുടർന്നുള്ള നാളുകളിൽ ദൈവം നൽകുന്ന ചിന്തകളെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദൈവം എനിക്ക് തന്ന ആ ചില ആശയത്തിൽ നിന്നും നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം എങ്ങനെ ഉണ്ടായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഒറ്റ നോട്ടത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെളിപ്പാടിൻ്റെ പുസ്തകം ഉണ്ടായത് പസ്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാൻ മുഖാന്തരമാണ് വെളിപ്പാടിൻ്റെ പുസ്തകം ഉണ്ടാകുവാനായിട്ടിടയായത്. വെളിപ്പാട് പുസ്തകം എന്നത് ഗ്രീക്കിൽ പറയപ്പെടുന്നത് അപ്പോക്കലിയാസസ് ലൊണോൻ നൗ എന്ന് പറയുന്ന പേരിലാണ് ഗ്രീക്കിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് ദി റെവലേഷൻ ഓഫ് സാനിത് ജോൺ ദി ഡിവേനി എന്നാണ് ഇംഗ്ലീഷിൽ ഗ്രീക്കിൻ്റെ പദത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന പുസ്തകത്തിൽ നിന്നും പ്രവചന പുസ്തകമായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഭാവി സംബന്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു പല പുസ്തകങ്ങളിലും ചരിത്രങ്ങളുണ്ട്. ഓരോ സഭയ്ക്ക് കൊടുത്തതായ ഓരോ ദൂതുകൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിന് വേറൊരു പ്രത്യേകത കൂടി കൊണ്ട് ദൈവത്താൽ നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിർബന്ധിച്ച് യോഹന്നാനെ കൊണ്ട് എഴുതിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിൻ്റെ പുസ്തകം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഈ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നാണ് വെളിപ്പാടിൻ്റെ പുസ്തകം അവിടെ ഉണ്ടാകുവാനായിട്ടിടയായത്. നമുക്കറിയാം, പസ്മോസ് എന്ന ദ്വീപിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഒരിറ്റു വെള്ളത്തിന് പോലും അവിടെ വഴിയില്ല. മനുഷ്യവാസമില്ല. വളരെ ഭയപ്പെടുത്തുന്നതായ ഒത്തിരി ശബ്ദങ്ങൾ വട്ടമിട്ട് മാംസം കൊത്തിപ്പറിക്കുവാൻ ആശയോടുകൂടെ വാഞ്ചയോടുകൂടെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ ശബ്ദങ്ങൾ, അങ്ങനെ ഒത്തിരി അപശബ്ദങ്ങളും ഒത്തിരി ഭയപ്പെടുത്തുന്നതായ ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു സ്ഥലമാണ് പസ്മോസ് എന്ന ദ്വീപ്. അപ്പോൾ ഈ യോഹന്നാനെ എണ്ണച്ചട്ടിക്കകത്തിട്ട് വറുക്കുവാൻ ശ്രമിച്ചു. എങ്കിലും എണ്ണച്ചട്ടിയുടെ ചൂട് യോഹന്നാന്റെ ശരീരത്തിൽ ഒരല്പം പോലും ഒരു പൊള്ളൽ ഏൽപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
ഇത് കണ്ട ചക്രവർത്തി യോഹന്നാന് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ പത്മോസ് എന്ന ദ്വീപ്. ഈ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ഈ നാട് കടത്തുന്ന വ്യക്തികൾക്കൊക്കെ ഉറപ്പുണ്ട് ഇനി ഇവൻ കരകയറത്തില്ല. പക്ഷേ ദൈവം തൻ്റെതായ ഇഷ്ടത്തെ, തൻ്റെതായ വെളിപ്പാടിനെ, തന്നിൽ നിന്നും മറച്ചു വെച്ചതായ കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന സ്ഥലമാണ് പത്മോസ് എന്ന ദ്വീപ്. അവിടെ വന്ന യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാന് ദൈവത്തിന്റെ ആത്മാവ് ഓരോ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം ഇന്ന് പലരും ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. കാരണം പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രവചന പുസ്തകമായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ഈ വെളിപ്പാടെന്ന പുസ്തകം നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഓരോ സമയവും പ്രാർത്ഥിക്കേണ്ട, ക്രമീകരിക്കേണ്ട, ഒരുക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായങ്ങളും 404 വചനങ്ങളും 14,000-ൽ പരം വാക്കുകളും അടങ്ങപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. വേദപുസ്തകത്തിൽ 66-ാമത്തെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാടിന്റെ പുസ്തകം. ഈ പുസ്തകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാലഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലഘട്ടമല്ല, വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ. വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ എന്താണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എതിർക്രിസ്തുവിന്റെ കാലഘട്ടം, രഹസ്യ വരവ്, 1000 ആണ്ട് വാഴ്ച, പിശാചിന്റെ ചില ദിവസങ്ങൾ, ഭൂമിയുടെ നാശം, ന്യായവിധി, അതുപോലെ അടുത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇങ്ങനെ 7 തരത്തിൽപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിന്റെ പുസ്തകം. ഈ പുസ്തകം പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭാഗം അല്ലെങ്കിൽ ഈ വെളിപ്പാടിന്റെ പുസ്തകം ആരും കേൾക്കാൻ താല്പര്യപ്പെടാത്ത, വായിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു പുസ്തകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ കാണുന്നത്. അതുകൊണ്ടാണ് മുന്നമേ മനസ്സിലാക്കിയ ദൈവത്തിന്റെ ആത്മാവ് പറയപ്പെടുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കണം, എല്ലാ വ്യക്തികളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമായ ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. ഒരു മാനവരാശിക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ലോകത്തിനകത്ത് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് മാതൃകയാക്കിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതും. നമ്മളെ നടത്തേണ്ടതിന് എന്ന് പറഞ്ഞ യേശുക്രിസ്തു പാപമുള്ളവനായിട്ടല്ല മരിച്ചത്, പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. എന്ന് പറഞ്ഞാൽ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. അപ്പോൾ യേശു പാപിയല്ല. പാപിയല്ലെന്ന് പറയാൻ കാര്യം നമുക്കറിയാം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ അതേ അനുഭവം പാപമില്ലാത്ത ഒരു വ്യക്തിയായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി
ഒരു വ്യക്തിയെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയാണ് ആമേൻ ഈ പ്രവചന പുസ്തകത്തെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പാപികളെ ആമേൻ എടുക്കത്തില്ല. ആമേൻ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നത് ആമേൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെയാണ് സ്വർഗത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിൽ വെറുതെ എങ്ങനെ എടുക്കാൻ പാടില്ല. ഈ മനുഷ്യർ, ഈ മാനവരാശി, യേശു കർത്താവ് എങ്ങനെയാണോ പിതാവിന്റെ അടുക്കലേക്ക് പോയതോ അതുപോലെ മാനവരാശിയും എൻ്റെ ജനം പോകണം എന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ വെളിപ്പാടുകൾ സഭയായിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഈ നാളുകളിൽ വെറുതെ നടന്നു പോകാനല്ല, നമ്മൾ ഒരു ഒരുക്കപ്പെട്ട് വിശുദ്ധ കന്യകയായി, വിശുദ്ധ മണവാട്ടിയായി ദൈവത്തിന്റെ സന്നിധിയിൽ ചേരണം എന്നുള്ളത് ദൈവത്തിന്റെ നിർബന്ധമായതുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന നിർബന്ധത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ടാകാം, ഒത്തിരി പ്രയാസങ്ങളുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ മനുഷ്യൻ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം കൊടുക്കാൻ എൻ്റെ ദൈവം ഉയരങ്ങളിൽ നമുക്കായി വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾക്ക് ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടിയായി ദൈവം നമുക്കായി വാസസ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. പക്ഷെ ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ, നമ്മൾ വിശുദ്ധ കന്യകയായി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. അതിനു വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ പറയപ്പെടുന്നത്. ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ചെറിയ ഒരു കേട്ടുകേൾവി കാണും. ആന്റി ക്രൈസ്റ്റിന്റെ രൂപങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്, അവന്റെ നമ്പർ എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയല്ല ആന്റി ക്രൈസ്റ്റിന്റെ. അത് ഞാൻ വരുന്ന ആളുകളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം മനസ്സിലാക്കണം, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, ഞാൻ ഇരിക്കുന്നത് എവിടെയാണോ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് പോലെ യേശുവിന്റെ കൂടെ സഭയായിരിക്കുന്ന നാമും, പുതിയ നിയമ മണവാട്ടി സഭയായിരിക്കുന്ന നാമും ഇരിക്കേണ്ടതാകുന്നു എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് പസ്മോസിലേക്ക് അകപ്പെട്ട യോഹന്നാന് ആത്മവിവശതയിൽ ദൈവം ചില രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ടിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ മീഡിയയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് കാശുണ്ടാക്കി നല്ലൊരു വീട് വെച്ച് നല്ലൊരു കാറ് സഞ്ചരിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിനോടൊപ്പം വസിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമക്കൾ മനസ്സിലാക്കണം, ദൈവത്തെ ഒരു വ്യക്തി ആരാധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ മണവാട്ടിയായി ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് ഈ നാളുകളിൽ നമ്മളൊന്ന് പരിശോധിച്ച് നമ്മുടെ തെറ്റായ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ തുടർന്ന് ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ
ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എന്നെയും മീഡിയയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെയും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് യേശുവിനോടൊപ്പം നമ്മെ ഇരുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ വെളിപ്പാട് പുസ്തകം രചിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നാം അതിനു വേണ്ടി ഒരുങ്ങണം. കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് വരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഞാനും അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തീരുമാനത്തോടുകൂടെ ഒരു ക്രമീകരണത്തിന് വേണ്ടി ഒരു ഒരുക്കപ്പെടൽ ഒരുങ്ങുന്നതിന് വേണ്ടി നമ്മളൊന്ന് തയ്യാറായാൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അത് പറയുവാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ പെണ്ണായാലും ശരി ആണുങ്ങളായാലും ശരി അവർ കുറേ ടൈം കണ്ണാടിയിൽ നോക്കി അവർ തൻ്റെ മുഖത്തെ തൻ്റെ ശരീരത്തെ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മൾ നന്നായിരിക്കണം. ഒരു പെണ്ണിനെ ഇല്ലാത്ത കാശുണ്ടാക്കി എന്തിനു വേണ്ടിയാണ് ആ മണവാട്ടിയെ തൻ്റെ പയ്യന് വേണ്ടി ഇത്രയും നല്ല രീതി ഒരുക്കുന്നതെന്ന് ചോദിച്ചാൽ കാണുന്നവർ പറയണം ഈ കുട്ടി മോശമല്ല, നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് നമ്മൾ ആ കുട്ടിയെ ഒരുക്കിയെടുക്കുന്നത്. അതുപോലെ ദൈവം ദൈവം ആഗ്രഹിക്കുന്ന ഒരുക്കപ്പെടൽ എന്ന് പറയുന്നത് പുറം ബോഡിയിലെ ഒരുക്കപ്പെടലല്ല, അകത്തെ ബോഡിയിലെ ഒരുക്കപ്പെടല. അകത്തെ ബോഡിയിലെ ഒരുക്കപ്പെടൽ എന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യന്റെ ഒരുക്കപ്പെടൽ അകത്തെ മനുഷ്യന്റെ ഒരുക്കപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. പൂർണ്ണ വിശുദ്ധരായി ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. രൂപാന്തരപ്പെട്ടാലേ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഈ നാളുകൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഈ തുടർന്നുള്ള നാളുകളിൽ ഈ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് നിങ്ങളുമായി തുടർന്ന് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കണ്ടത്. എന്താണ് വെളിപ്പാട് പുസ്തകം എഴുതുവാനുള്ള കാരണം? ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നുകൂടി പറയുകയാണ്, കർത്താവിൻ്റെ അടുക്കൽ നമ്മെ കൊണ്ടുപോകണം, ദൈവത്തിന്റെ സന്നിധി നമ്മളെ ചേർക്കണം എന്നത് മാത്രമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത്. ഈ നാളുകൾ അതിനുവേണ്ടി ഒരുങ്ങാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ രാജാവേ, വരുന്ന ആളുകളിൽ കർത്താവിൻ്റെ ആ വരവിലേക്ക് ഒരുങ്ങപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ കർത്താവിനോടൊപ്പം ആരാധിക്കുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഏതൊക്കെ ഭാഗങ്ങളിലാണോ എൻ്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ടത് ആ വീഴ്ചയുള്ള ഭാഗങ്ങളൊക്കെയും ക്രമീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലമുള്ള വ്യക്തിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സഹായിക്കട്ടെ, കൃപയിൽ മറക്കട്ടെ. സകലതും അങ്ങയുടെ കരങ്ങൾ തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.